ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കി നോക്കാൻ നടത്തിയൊരു ശ്രമമാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ അത് ക്യാപ്പിച്ചിനോൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലാറ്റെ കോഫി ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈ റെസിപ്പി ഫ്ലോപ്പ് ആയതുകൊണ്ടൊന്നുമല്ല ക്യാപ്പിച്ചിനോൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാതിരുന്നത്. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ചെയ്തൊരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക് എന്നും അതുപോലെ തന്നെ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാസ്ചറൈസ്ഡ് മിൽക്കൊന്നും എടുക്കരുത്, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുക്കണം. ഇത് ബീറ്ററോ സ്പൂണോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല നമ്മൾ കോഫി മിക്സ്ചർ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോഫിയുടെ അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നിങ്ങൾ എത്രയാണോ കോഫി പൗഡർ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് പഞ്ചസാര എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് കോഫി മിക്സ്ചറാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയും കോഫി പൗഡറും ഒക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂട് പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളമായാലും ഉപയോഗിക്കാം. ഇതിന് ശേഷം ഗ്ലാസ് ജാർ നന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. പഞ്ചസാര മെൽറ്റാകുന്നത് വരെ നന്നായിട്ട് കുലുക്കിയെടുക്കണം. സ്പൂൺ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. മാത്രമല്ല ഇത് അത്ര അങ്ങോട്ട് ക്രീമി ആയിട്ട് കിട്ടുമില്ല. അപ്പോൾ ഇത് അത്രയൊന്നും എഫേർട്ട് ഇല്ലാതെ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഭയങ്കര ക്രീമി ആയിട്ടൊന്നും കിട്ടില്ല. നമ്മൾ ബീറ്റർ കൊണ്ട് ചെയ്താൽ മാത്രമേ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാലിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല തിക്കായിട്ടുള്ള പാലാണ് നമുക്കിതിന് വേണ്ടത്. ഇതിലങ്ങനെ പാടയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദേ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് ശരിക്കും ആറുന്നതിന് മുന്നേ തന്നെ ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റണം. ഇതിനായിട്ട് മെറ്റലിൻ്റെ ലിഡുള്ള ഗ്ലാസ് ജാർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാലിന് നല്ല ചൂടുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. ഇനി ഇത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം പാലിൽ നന്നായിട്ട് പത വരുന്നത് വരെ ഒന്ന് കുലുക്കിയെടുക്കുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഒരു കോഫി കപ്പിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുലുക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ പതയില്ലാത്ത ഭാഗം മാത്രം ആദ്യം ഒന്ന് കോഫി കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പതയും പാലും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പത കൂടി മീതെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ പാല് കുലുക്കി വെച്ചതിന് ശേഷം കുറച്ചധികം നേരം കഴിഞ്ഞിട്ടാണിത് ബാക്കി പോർഷൻ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പാലിൻ്റെ ആ പതയൊക്കെ ഒന്ന് താന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊന്ന് ഡിസൈൻ ചെയ്തിട്ട് ഒരു ലാറ്റെ കോഫിയാക്കി മാറ്റി.
ക്യാപ്പിച്ചിനോ പോലെ തന്നെ കോഫി നല്ല ക്രീമിയാണ്, ടേസ്റ്റിയാണ്. പക്ഷേ ആ മിൽക്ക് ഫോം നന്നായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതിന് ലാറ്റെ എന്ന് വിളിച്ചത്. ക്യാപ്പിച്ചിനോയും ലാറ്റയും ഒക്കെ ഉണ്ടാക്കാനെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ പ്രൊപ്പോർഷനിലാണ് സാധാരണ വ്യത്യാസം ഉണ്ടാവാറുള്ളത്. മിൽക്ക് ഫോം കുറച്ച് കൂടുതലാണ് നമ്മൾ ക്യാപ്പിച്ചിനോയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ലാറ്റയാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചെറിയൊരു അബദ്ധമാണെന്നുണ്ടെങ്കിലും കോഫി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ അബദ്ധങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ക്യാപ്പിച്ചിനോ കിട്ടും. ഇനി ലാറ്റയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അബദ്ധങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.